നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാലും MLA സ്ഥാനം രാജിവെക്കണം എന്ന രീതിയിൽ മുറവിളി ഉയരുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു നിയമപരമായ ഒരു നടപടിയൊന്നും രാഹുൽ നേരിടുന്നില്ല എന്നിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോ ധാർമ്മികമായ വിഷയം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് ഉന്നയിച്ചുകൊണ്ട് മാത്രമേ രാജിക്ക് പ്രസക്തിയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമപരമായി രാഹുലിന്റെ മുന്നിൽ മറ്റു തടസ്സങ്ങളൊന്നും തന്നെയില്ല. ഈ ആരോപണം ഉയർന്ന സമയത്ത് തന്നെ കോൺഗ്രസ് നേതൃത്വം രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും രാഹുൽ രാജിവെക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ രാഹുലിന്റെയും കോൺഗ്രസ് നേതൃത്വം ഒക്കെ ഇപ്പൊ പറയുന്നത് മറ്റൊരു തരത്തിലാണ്. കാരണം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, രാഹുൽ സ്വമേധയാ രാജിവെക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് രാഹുലിനെ ഒന്ന് വെള്ളപൂശാനോ അല്ലെ ശമിപ്പിക്കാനോ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി കോൺഗ്രസ് എടുക്കുന്ന തീരുമാനമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പറയാനുള്ളത് എന്ന് തോന്നുന്നു. ഏതായാലും അത് എന്ത് തന്നെ ആയാലും പാർട്ടിയിലെ സ്ഥാനങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. അതും യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ആ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നില്ല. ഇവിടെ അതിന് മറുചോദ്യമായി പലരും ഉയർത്തുന്ന പല വാദഗതികളുണ്ട്. ഒന്ന് മുകേഷിന്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ തന്നെ തോമസ് ഐസക് അടക്കമുള്ളവർ, സ്വപ്ന പറഞ്ഞ കുറെ പേരുകാർ, മറ്റുള്ളവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെയൊക്കെ ആരോപണ വിധേയരായി വന്നിട്ടുള്ള ആൾക്കാരുടെ ക്രെഡിബിലിറ്റി സംബന്ധിച്ചും ആരോപണ വിധേയർ ആരൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ആരാണ് ഒരാള് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ ആൾക്കാരോ ഒന്നും തന്നെ ഇത്തരത്തിൽ പറഞ്ഞില്ല. ഇവിടെ രാഹുൽ ദുരുപയോഗം ചെയ്ത പെൺകുട്ടികൾ, എനിക്ക് തോന്നുന്നു 2 പെൺകുട്ടികളോളം പ്രഗ്നന്റ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. 2 പെൺകുട്ടികളുടെ വോയിസ് ആണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇനിയും കുറെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ പല പെൺകുട്ടികളും വന്ന് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ പറയുന്നു. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാതെ ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ, ട്വിറ്ററില്ല, ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി പെൺകുട്ടികളെ അങ്ങോട്ട് പോയി ട്രൈ ചെയ്യുകയും ചിലതൊക്കെ നടക്കുകയും ചിലതൊക്കെ നടക്കാതിരിക്കുകയും ചെയ്യുന്നു. ചിലത് ട്രാൻസ്ജെൻഡർ അടക്കമുള്ളവർ ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നു. നമുക്കിവിടെ ഇത് കള്ളമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്രയും ആൾക്കാർ ഒരേ രീതിയിലാണ് പാറ്റേൺ അടക്കം അല്ലെങ്കിൽ ഇയാളുടെ നിലപാടുകളടക്കം സംസാരമടക്കം പാറ്റേൺ അടക്കം ഒരേ രീതിയിലാണ് പറയുന്നത് എന്നുള്ളതാണ്. ഇവിടെ പരാതിക്കാർ മുൻപോട്ട് വരാത്തത് വേട്ടയാടപ്പെടുമെന്ന ഭയം കൊണ്ട് തന്നെയാണെന്ന് നമുക്കറിയാം. ഏതായാലും ഇയാൾ ഇങ്ങനെ ഒരാളായിപ്പോയി. ഒരുപാട് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി അത് പുറത്തു പറഞ്ഞ വെറുതെ നാറണ്ട എന്ന് വിചാരിക്കുന്ന സ്ത്രീകളും ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിരവധി പേർ ഇത്തരത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാഹുലിന്റെ പേരിൽ ഒരു പരാതിയല്ല ഉയർന്നിട്ടുള്ളത്, മറ്റുള്ള ആൾക്കാരുടെയൊക്കെ. ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഇത് വലിയ പുത്തിരിയുള്ള കാര്യമൊന്നുമല്ല. പണ്ട് തൊട്ടേ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവരെ ആരെയും പുറത്താക്കുകയോ അല്ലെങ്കിൽ ഇവർക്കാർക്കും മാതൃകാപരമായ എന്തെങ്കിലും ഒരു നടപടി കോൺഗ്രസ് സ്വീകരിച്ചതായി നമുക്ക് അറിയുകയുമില്ല. ഇവിടെ തീരെ നിവർത്തിയില്ലാത്തത് കൊണ്ട്, അതായത് 3, 4, 5 പേരൊക്കെ വന്ന് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത് കൊണ്ടും ഇത് കേരളത്തിൽ കത്താൻ സാധ്യതയുള്ള വിഷയമായതുകൊണ്ടും കേരളത്തിൽ കോൺഗ്രസിന് കുറച്ചൊക്കെ ഒരു ബേസ് ഉള്ളതുകൊണ്ട്, അതായത് കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നൊരു ധാരണയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം എടുത്തൊരു തീരുമാനമാണ് ഇപ്പോഴത്തെ ഈ രാജി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള രാജികളൊക്കെ ഉണ്ടാകുന്നതേ അപൂർവമാണ്. നമുക്കറിയാം, മുൻ ആന്ധ്രാപ്രദേശ് ഗവർണറായിരുന്ന ആൾ രാജ്ഭവനിൽ വെച്ച് തന്നെ നടത്തിയ ചില പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ചാനലുകാർ എയർ ചെയ്തപ്പോൾ മാത്രമാണ് അന്ന് രാജിയിലേക്ക് പോയത്, അല്ലാതെ കോൺഗ്രസ് നേതൃത്വം നേരിട്ട് ഇടപെട്ട് രാജിയിലേക്ക് കൊണ്ടുപോയതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ MLA സ്ഥാനം രാജിവെക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകളില്ല. ഇപ്പൊ രാഹുൽ എനിക്ക് തോന്നുന്നു പറഞ്ഞു MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചതായാണ് അറിയുന്നത്. ഏതായാലും MLA എങ്ങനെ ഇനിയും MLAയുടെ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് ചെല്ലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ അമ്മമാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് ഇനി മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഏതായാലും രാഹുലിന്റെ വോയിസ് അടക്കം പുറത്തു വരുമ്പോൾ അത് ഉണ്ടാക്കിയതാണ്, AI ആണെന്നൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ രാഹുൽ തിരിച്ച് പരാതി നൽകേണ്ടതാണ്. അത്തരത്തിലൊരു പരാതി വരാത്തിടത്തോളം തീർച്ചയായിട്ടും രാഹുലിന് ആ വിഷയത്തിൽ പങ്കുണ്ടെന്ന് തന്നെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MLA സ്ഥാനം രാജിവെക്കണോ രാജിവെക്കണ്ടായോ എന്നുള്ളതും, അല്ലെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതകളോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ പണം ചെലവാക്കുകയാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഏതായാലും ഒരു ചിന്ത ഉണ്ടാവേണ്ടതാണ്. അപ്പോ നിലവിൽ ഒരു ക്രിമിനൽ കേസും അയാളുടെ പേരിൽ എടുക്കാത്തിടത്തോളം കാലം അയാൾക്ക് MLA ആയി തുടരുന്നതിന് നിയമ തടസ്സമൊന്നുമില്ല. അത് തന്നെയാണ് അയാളും പറയുന്നത്. പരാതിയില്ല എന്നാണ്. ദീപാദാസ് മുൻഷി അടക്കം ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്.
അപ്പോ പരാതി തന്ന ആരും വന്ന് പറയില്ലല്ലോ. പരാതി കൊടുത്തു എന്ന് പറയാൻ ധൈര്യമുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ അത് വന്ന് പുറത്തു പറയാൻ ധൈര്യമുള്ള ആൾക്കാരില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ പരാതിയില്ല എന്ന ആരോപണം പോലും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എത്രത്തോളം മുമ്പോട്ട് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. രാഹുലിന്റെ വിഷയത്തിൽ പറയാം, രാഹുലിനെ കുറിച്ച് രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പലരും പറയുന്ന മറ്റൊരു വാദഗതി നിരവധി MLA മാർ മുകേഷ് രാജിവെക്കട്ടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ മുകേഷിന്റെ വിഷയത്തിലാണെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ, ആ വിഷയത്തിൽ കേസിൽ പോലും ആ കേസുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ ആരോപണം പറഞ്ഞ സ്ത്രീ എങ്ങനെയുള്ളതാണ്, അങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പൊ കടകംപള്ളിയുടെ വിഷയത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയത്തിന്റെ തന്നെ പൊതുവെയുള്ള ധാർമ്മികതയെ നമ്മൾ വിരൽ ചൂണ്ടേണ്ടത്. രാഷ്ട്രീയ രംഗത്ത് ഇത്തരത്തിലുള്ള ധാർമ്മികതകൾ കുറഞ്ഞു വരുന്നു എന്നത് ഗൗരവകരമായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഗൗരവകരമായി ആലോചിക്കേണ്ടതുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും രാഹുൽ രാജിവെക്കാൻ സാധ്യതയില്ല എന്ന് ഇന്നലെയും നമ്മൾ പറഞ്ഞിരുന്നു. രാഹുൽ ഒരു കാലത്തും രാജിവെക്കാനുള്ള സാധ്യതയില്ല. ഇനിയൊരു സീറ്റ് നൽകാതെ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ മാറ്റി നിർത്തിയാൽ മാത്രമേ ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കിട്ടിയ സമയം മാക്സിമം പോകട്ടെ എന്ന നിലപാടായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിനും അല്ലെ രാഹുലിനും ഒക്കെ ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ആർക്കാരെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഇത്തരത്തിൽ ആരോപണ വിധേയരായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇതിപ്പോ പറയുമ്പോൾ ഇതിന് താഴെ വന്നിട്ട് എന്തുകൊണ്ടാണ് CPM-കാരെ കുറിച്ച് പറയാത്തതെന്ന്, CPM-കാരെ കുറിച്ചല്ലല്ലോ ഇപ്പൊ ചർച്ച നടക്കുന്ന രാഹുലിനെ കുറിച്ച് ആയതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരെ കുറിച്ച് പറയുന്നത്. ഇതിന് ശേഷം ഏതെങ്കിലും സമയത്ത് CPM-കാരെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മൾ CPM-കാരെ കുറിച്ചും പറയും. BJP-കാരെ കുറിച്ചാണ് ചർച്ച ചെയ്യണമെങ്കിൽ അപ്പോൾ BJP-കാരെ കുറിച്ചും പറയും. ഇവിടെ അത്തരത്തിലുള്ള ഭേദങ്ങളൊന്നുമില്ല. അതുകൊണ്ട് രാഹുൽ കാണിച്ചത് അങ്ങേയറ്റത്തെ തോന്നിവാസമാണ്. ഇവിടെ അബോർഷൻ അടക്കമുള്ളവ ഗുരുതരമായ കുറ്റകൃത്യമാണ്, അംഗീകരിക്കാത്ത കുറ്റകൃത്യം തന്നെയാണ് അബോർഷൻ അടക്കമുള്ള. അബോർഷൻ ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ വനിതകളിൽ ആരെങ്കിലും പരാതിയുമായി വന്നാൽ മാത്രമേ രാഹുലിന് പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ രാഹുലിന്റെ മുന്നിൽ നിലവിൽ പ്രതിസന്ധികളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യരുടെ മുമ്പിലേക്ക് വരാനും പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമെന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം പല പരിപാടികളിൽ നിന്ന് രാഹുലിനെ പാലക്കാട് നഗരസഭ കത്തയച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിന് ചെല്ലേണ്ടായെന്ന്. അങ്ങനെ നിരവധി ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നിരവധി പരിപാടികളിൽ നിന്ന് രാഹുലിനെ മാറ്റി നിർത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും അത്തരം പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താൻ എന്ത് ധാർമ്മികതയാണ് ഇവർ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 3 കേസുകളുള്ള, നിലവിൽ 3ഓളം സ്ത്രീകൾ വന്ന് പരാതി പറയുകയും കേസിൽ അകപ്പെടുകയും ചെയ്ത വേടനെ വരെ കൊണ്ടുവന്ന പാട്ടുപാടിക്കുകയും കഞ്ചാവ് അടക്കമുള്ള കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ള വേടനെ അടക്കം സർക്കാരിന്റെ അതിഥിയായി കൊണ്ടുവന്ന് പാട്ടുപാടിച്ച CPM-കാർ എന്ത് ധാർമ്മികതയെ കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അവരുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു പരാതിയിലും ഒരു തീരുമാനം ഉണ്ടാക്കാതെ പാർട്ടി കോടതികളും പാർട്ടിയും തീരുമാനിക്കും, മന്ത്രിമാർ രാജിവെക്കേണ്ടതില്ല, MLA-മാർ രാജിവെക്കേണ്ടതില്ല എന്നൊക്കെ തീരുമാനിക്കുന്ന CPM എന്ത് ധാർമ്മികതയെ കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല.